ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. ഞാൻ നദീം. നവംബർ 30 നടന്ന LGS സ്റ്റേജ് 3 പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. മാത്സ് സെക്ഷന്റെ എക്സാം എഴുതി എല്ലാവർക്കും അറിയാം, മാത്സ് സെക്ഷൻ കുറച്ച് എളുപ്പമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. പക്ഷെ അതിൽ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തുടർച്ചയായിട്ടുള്ള 5 സംഖ്യകളുടെ തുക തന്നിട്ട് നടുക്കത്തെ സംഖ്യ ഏതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ പിന്നാലെ ഒരുപാട് സമയം കളഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഒരു ചോദ്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ അല്പം ഒന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ പോയാലും അത്യാവശ്യം വർക്ക് ചെയ്ത് പോയി എക്സാം എഴുതിയ ഒരാൾക്ക് ഇൻ ബിറ്റ്വീൻ ഒരു 16 to 17 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട്. മാത്സ് സെക്ഷന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. 20 ഔട്ട് ഓഫ് 20 16 to 17 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിൽ 81 തൊട്ട് 90 വരെയുള്ള LGS സ്റ്റേജ് 3 എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ എൻ്റെ ചാനലിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഇന്നത്തെ ഈ വീഡിയോയിൽ 91 തൊട്ട് 100 വരെയുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 76,54,325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? അപ്പൊ നമുക്ക് വലിയ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. എന്നിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ എഴുതാം. പക്ഷെ അതിനേക്കാളും കുറെ കൂടെ എളുപ്പമായിട്ടുള്ള ഒരു ട്രിക്കാണ് പറയുന്നത്. നമ്മൾ ഒരു സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ വലിയ സംഖ്യ നിങ്ങൾ കണ്ടല്ലോ, ഈ സംഖ്യയുടെ ഒന്നിട വിട്ടുള്ള സ്ഥാനങ്ങളിൽ വരുന്ന സംഖ്യകൾ നിങ്ങൾ കൂട്ടി എഴുതുക. ഓക്കെ, അപ്പൊ അതാ നോക്കുക, ഇവിടെ 7ഉം 5ഉം 3ഉം 5ഉം ഒന്നിട വിട്ടുള്ള സംഖ്യകളാണ്. അതുപോലെ തന്നെ 6ഉം 4ഉം 2ഉം ഒന്നിട വിട്ടുള്ള സംഖ്യകളാണ്. ഇവിടെ 7ഉം 5ഉം 3ഉം 5ഉം ഒന്നിട വിട്ടുള്ള സംഖ്യകളാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടും. 6ഉം 4ഉം 2ഉം ഒന്നിട വിട്ടുള്ള സംഖ്യകളാണ്. അതും സെപ്പറേറ്റ് ആയിട്ട് കൂട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ 7ഉം 5ഉം 12ഉം 3ഉം 15ഉം 5ഉം 20 എന്ന് കിട്ടും. മേളിൽ എത്ര കിട്ടും ആൻസർ? 6ഉം 4ഉം 10ഉം 2ഉം 12. രണ്ട് സമ്മിന്റെയും വ്യത്യാസം എടുക്കുമ്പോൾ എനിക്ക് 8 എന്ന് കിട്ടും. അപ്പൊ ഈ വ്യത്യാസം എത്രയാണോ അതായിരിക്കും നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി 8 ആണ്. അത് 8ന് പകരം 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആണ് ആൻസർ ആയിട്ട് വരുന്നതെങ്കിൽ ആ സംഖ്യ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് 11 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 0ഉം 11ഉം അല്ലാതെ ഒരു ആൻസർ ആണ് റിമൈൻഡർ വരുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഇനി വേറൊരു കേസ്, ഇപ്പൊ 17 നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ഡിഫറൻസ് 8ന് പകരം ഇവിടെ വന്നത് 17 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 17ന് നിങ്ങൾ വീണ്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 6 റിമൈൻഡർ കിട്ടും. അപ്പൊ അവിടെ റിമൈൻഡറിന്റെ ആൻസർ എന്തായിരിക്കും? 6 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? അപ്പോ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അവർ പറഞ്ഞേക്കുവാണ് 12.9 സെന്റിമീറ്റർ ആണ് അതിന്റെ ചുറ്റളവ്. അപ്പൊ നമുക്കറിയാം 3 വശങ്ങളും ഈക്വൽ ആണ്. 3 വശങ്ങളും കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 12.9. അപ്പോ ഈ 12.9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളുടെയും നീളം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ 12.9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. 129നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 43 എന്ന് കിട്ടും. ഇനി നോക്കാം, ഇവിടെ ഒരു പ്ലേസ് മാറിയിട്ടാണ് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്ലേസ് മാറിയിട്ട് ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കാം. 4.3 സെന്റിമീറ്റർ നമുക്ക് ആൻസർ കിട്ടും. അപ്പോ ഓപ്ഷൻ ഡി 4.3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? ആ സംഖ്യ ഞാൻ എക്സാക്ട് എടുക്കുവാണ്. ആ സംഖ്യയിൽ നിന്ന് എത്രയാണ് കുറയ്ക്കുന്നത്? 3/8 കുറയ്ക്കുന്നു, പിന്നെ 1/8 കുറയ്ക്കുന്നു. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 5/12 ആണ് ആൻസർ കിട്ടുന്നത്. ഇത് എക്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോ എക്സ് ഇവിടെ രണ്ടിടത്ത് ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെ -3, ഇവിടെ -1. അപ്പൊ അതിന് എനിക്ക് -4/8 എന്ന് എഴുതാം, ഈക്വൽ ടു 5/12.
ഈ -4/8 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോ x is equal to 5/12 പ്ലസ് 4/8. അപ്പൊ 5/12. ഈ 4/8 എനിക്ക് 1/2 ആക്കാലോ, 1/2. ഇനി നോക്കാം, ഇവിടെ രണ്ടിടത്ത് ഞാൻ ഡിനോമിനേറ്റർ 12 ആക്കുവാണ്. അപ്പൊ ഇവിടെ ഇൻറ്റു 6 ചെയ്യണം, ഇവിടെയും ഇൻറ്റു 6 ചെയ്യണം. 5/12 പ്ലസ് 6/12 നേടും ഈക്വൽ ടു 11/12. അപ്പോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 11/12 ആണ്. അടുത്തത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1.25 മൈനസ് 0.25 ഇതിന്റെ ആൻസർ 1 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75 ഈക്വൽ ടു 2. അപ്പോ 1/2 എന്ന് എനിക്ക് കിട്ടും. 1/2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? 0.5 എന്ന് എനിക്ക് എഴുതാം. അപ്പോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 0.5 ആണ്. രണ്ട് ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. വീതി യഥാക്രമം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഓക്കെ, അപ്പൊ ചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഈ തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യത്തെ ചതുരത്തിന്റെ ഏരിയ L1 ഇൻറ്റു B1 നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അടുത്ത ചതുരത്തിന്റെ ഏരിയ L2 ഇൻറ്റു B2 നിങ്ങൾക്ക് വേറൊരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി അവർ തന്നേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. രണ്ട് ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും എന്നാണ് തന്നേക്കുന്നത്. അപ്പോ ആദ്യത്തെ ചതുരത്തിന്റെ നീളം 12 ആണെങ്കിൽ അടുത്ത ചതുരത്തിന്റെ നീളം 10 ആണ്. ഇൻറ്റു ഇൻറ്റു. ഇനി ആദ്യത്തെ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 6. അടുത്തതിൻ്റെത് 8. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെയും പരപ്പളവ് സെപ്പറേറ്റ് ചെയ്യാൻ എഴുതുവാണ്. 12 ഇൻറ്റു 6 72 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. 10 ഇൻറ്റു 8 80 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ ഈ രണ്ട് പരപ്പളവിന്റെയും അംശബന്ധമാണ് ചോദിച്ചേക്കുന്നത്, മീൻസ് റേഷ്യോ. അപ്പോ 72/18 ഞാൻ ചെയ്യുവാണ്. 8 9s are 72, 8 10s are 80. അപ്പോ 9/10 എന്ന് എനിക്കൊരു ആൻസർ കിട്ടും. ഈക്വൽ ടു 9:10. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 9:10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 എന്നതിന്റെ വർഗ്ഗമൂലം എത്ര? അപ്പൊ കുറെ സംഖ്യകൾ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ട് അതിന്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ നോക്കുക, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു 2ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2 ആണ്. അത് ഞാൻ ഇവിടെ എഴുതി 2. അടുത്തത് ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പൊ 5 ഇൻറ്റു 5ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. ഇൻറ്റു 5. ഇനി ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്. അപ്പൊ 7 ഇൻറ്റു 7ന്റെ സ്ക്വയർ റൂട്ട് 7. ഇനി ഇവിടെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 4നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. അപ്പൊ 2 ഇൻറ്റു 2ന്റെ സ്ക്വയർ റൂട്ട് എന്താ? 2. അപ്പോ ഇൻറ്റു 2. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. 2 ഇൻറ്റു 5 10 ഇൻറ്റു 7 70 ഇൻറ്റു 2 140. അപ്പൊ 140 ആണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ എ 140 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 1500 രൂപ പരസ്യ വിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? അപ്പൊ നമുക്കിവിടെ തന്നേക്കുന്നത് ഒരു സാരിയുടെ മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യ വില എത്രയാണ്? 1500 എന്നാണ്. ഇനി അവർ പറയുന്നു 8% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നതെന്ന്. അപ്പോ ഈ 1500ന്റെ 8% നിങ്ങൾ ഇതിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോ 1500ന്റെ 8% ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഇൻറ്റു 8/100. അപ്പോ ഇവിടെ 2 0 പോയി, ഇവിടെ 2 0 പോയി. 15 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 120 ആൻസർ കിട്ടും. അപ്പോ ഈ മാർക്ക്ഡ് പ്രൈസിൽ നിന്നും ഈ ഡിസ്കൗണ്ട് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിൽക്കുന്ന വില കിട്ടും. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോ 1500 നിന്ന് ഞാൻ 120 കുറയ്ക്കുവാണ്. അപ്പൊ 1500ൽ നിന്നും 120 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1380 കിട്ടും. അപ്പൊ ഈ 1380 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 20% ലാഭം കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതായത് 120% 1380. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസാ.
ഇപ്പൊ 120% 1380 എങ്കിൽ 100% അതിന്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, യഥാർത്ഥ വില 100% എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പൊ 120 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 1380 ഇൻറ്റു 100. 1380 ഇൻറ്റു 100. അപ്പൊ എക്സ് ഈക്വൽ ടു 1380 ഇൻറ്റു 100 ബൈ 120. ഇവിടെ രണ്ടിടത്തും 0 കട്ടായി. 2 ഇൻറ്റു 5 ആണ് 10, 2 ഇൻറ്റു 6 12 ആണ്. ഇനി 6 138 കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 6 ഇൻറ്റു 23 ആണ് 138. ഒരു 0 കൂടെ കൊടുക്കുക. 230 ഇൻറ്റു 5 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 1150 നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി 1150 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ +8 ഇൻറ്റു +12 ഡിവൈഡ് ബൈ +4 ഇൻറ്റു -6. അപ്പൊ ബോഡ് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷൻ ഞാൻ ആദ്യം ചെയ്യുവാണ്. എന്തുവാണ്? 12 ഡിവൈഡ് ബൈ 4 3 ആണ്. അപ്പോ 8 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 4 3. 3 ഇൻറ്റു -6. 8 ഇൻറ്റു 3 24. 24 ഇൻറ്റു -6 നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ 24 ഇൻറ്റു -6 ചെയ്യുമ്പോൾ -144 നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി -144 ആണ് ആൻസർ. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? അപ്പൊ 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരാളെ മറികടക്കണമെങ്കിൽ, അതായത് ഇവിടെ നിൽക്കുന്ന ട്രെയിൻ ഇവിടെ എത്തണമെങ്കിൽ അതിന് വീണ്ടും ഒരു 160 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമല്ലോ. അതായത് 160 മീറ്റർ ട്രാവൽ ചെയ്യാൻ ട്രെയിൻ എടുക്കുന്ന സമയം എത്രയാണ്? 8 സെക്കൻഡ് ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 160 മീറ്റർ ട്രെയിൻ യാത്ര ചെയ്യാൻ 8 സെക്കൻഡ് എടുക്കും. ഇനി ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ട്രെയിൻ ഇവിടെ എത്തുവാണ്. അപ്പോ ആ പ്ലാറ്റ്ഫോമിന്റെ നീളമായിട്ടുള്ള 200ഉം ആ ട്രെയിനിന്റെ നീളമായിട്ടുള്ള 160 മീറ്ററും ആ ട്രെയിൻ എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യണം. അപ്പൊ മൊത്തം ട്രെയിൻ 360 മീറ്റർ ട്രാവൽ ചെയ്യണം. ഒരാളെ മറികടക്കാൻ 8 സെക്കൻഡ് എടുക്കും എന്നാണ് പറയുന്നത്. അതായത് ട്രെയിൻ 160 മീറ്റർ സഞ്ചരിക്കാൻ 8 സെക്കൻഡ് എടുക്കും. ഇനി പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ട്രെയിനിന്റെ നീളമായിട്ടുള്ള 160ഉം പ്ലാറ്റ്ഫോമിന്റെ നീളമായിട്ടുള്ള 200ഉം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പൊ 160 + 200 മീറ്റർ ട്രെയിന് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 160 മീറ്റർ യാത്ര ചെയ്യാൻ 8 സെക്കൻഡ്. അപ്പൊ 160 + 200 എത്രയാണ്? 360. 360 ട്രാവൽ ചെയ്യാൻ എക്സ് സമയം എടുക്കും. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പോ 160 ഇൻറ്റു എക്സ് ഈക്വൽ ടു 360 ഇൻറ്റു 8 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു 8 ബൈ 160 എന്ന് കിട്ടും. ഇവിടെ 2 0 കട്ട് ചെയ്യാം. 8 ഇൻറ്റു 2 ആണ് 16. 36/2 18 എന്ന് കിട്ടും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 സെക്കൻഡ് എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി 18 സെക്കൻഡ് ആണ്.